ഒരിക്കല് മമ്മൂക്ക പറഞ്ഞു പെൻഷൻ കിട്ടുന്നതിന്, പെൻഷനല്ല കൈനീട്ടെന്നാ പറഞ്ഞത്. അതെ, കൈനീട്ടം നിങ്ങൾ ചോദിച്ച് മേടിക്കേണ്ടതല്ല, അത് അറിഞ്ഞു തരേണ്ടതാണെന്ന് മമ്മൂക്ക പറഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള അയാളിപ്പോൾ മരിച്ചുപോയി. ആ പുള്ളി കരഞ്ഞു. ആ പുള്ളിക്ക് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ വർഷം കാണുന്നവർ അടുത്ത വർഷം കാണാറില്ല മീറ്റിങ്ങിലൊക്കെ. അപ്പോൾ ആ പുള്ളി കരഞ്ഞു. എന്നാന്ന് വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ചിലരടുത്ത് നിന്നിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചെടുപ്പിച്ച് എനിക്ക് തന്നു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പുതിയ ആളുകൾക്ക് വേലക്കാരത്തിന് വേഷം കൊടുത്തു കഴിഞ്ഞാൽ പിണങ്ങും. ചില ആർട്ടിസ്റ്റുകൾ ഇട്ടേച്ച് പോവാ വേഷം വേലക്കാരത്തിയായിട്ടാന്ന് പറഞ്ഞു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്ന എഴുതുന്ന ആളുടെ തലയാണ്. കഥാപാത്രങ്ങൾ വേലക്കാരത്തേക്ക് ഒരു കഥയില്ലേ, അതെ, അവർക്ക് അവരുടെ സ്വഭാവമില്ലേ. അങ്ങനെ ചിന്തിക്കരുത്. കലാകാരൻ ഒരിക്കലും ഒരു കഥാപാത്രം വേശ്യയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു നമ്മൾ വേശ്യയായിട്ടാണോ? അല്ല. വന്ദനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചോട്ടെ, അതിനകത്ത് രസ്ന എന്ന് പറഞ്ഞൊരു ആക്ടർ വന്ന് പിന്നെ എങ്ങോട്ടും അങ്ങ് പോയി. ആർക്കും ഒരു കല്യാണം കഴിഞ്ഞു പോയതാണോ? പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ എന്നെ കിട്ടി. ഓ, വൃന്ദാവനം ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ വൃന്ദാവനം ചെയ്യുമ്പോൾ ആ കുട്ടിയെ കല്യാണം കഴിച്ചു. ബൈജു ദേവരാജ് കല്യാണം കഴിച്ചു. ഇപ്പൊ 3 കുട്ടികളുണ്ട്. ഈ സംഘടനയ്ക്കകത്ത് നിൽക്കുമ്പോൾ ചേച്ചിക്ക് അവിടെ നിന്നിട്ട് ഇപ്പൊ ചേച്ചി സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയും കൂടിയാണ്. അപ്പൊ ചേച്ചി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലേ സംഘടനയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ അറിയിക്കാലോ? അപ്പൊ ചേച്ചി ഇവിടെ ഞങ്ങൾ ഇത്രയും പേര് ആർട്ടിസ്റ്റുകൾ ഇത്ര വർഷങ്ങളായിട്ട് ഒരു സിനിമ പോലും കിട്ടാതെ ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള എന്തെങ്കിലും ഒരു സിനിമയിൽ അറ്റ്ലീസ്റ്റ് ഒരു സിനിമയിലെങ്കിലും ഞങ്ങൾക്കൊരു ചാൻസ് തന്നൂടെ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവരൊരു വാഗ്ദാനം തരും. നമ്മൾ ചെന്ന് മീറ്റിങ്ങിന് ചെല്ലിയല്ലേ, മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ തന്നെ പറയും ഇനി എല്ലാവരെയും അടുത്ത ഒരു ഓരോരുത്തർക്ക് ഓരോ അവർ വർക്കില്ലാതെ നിൽക്കുന്നവരെല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തി അത് ചെയ്യാൻ പോണു ഇത് ചെയ്യാൻ പോണു എന്നെല്ലാം പ്രതീക്ഷകൾ തരും. അപ്പം നമ്മൾ ഓർക്കോ ഇനിയിപ്പോൾ വിളിക്കും. അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമുകളുണ്ടല്ലോ. എന്നിട്ട് പിന്നെ ആ പ്രോഗ്രാം കഴിയൂലോ, അപ്പം നമ്മളെ വിളിക്കില്ല. പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവർ പറഞ്ഞ എന്നറിയോ, അവര് ചാനൽ ആവശ്യപ്പെട്ടവര് അവരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ചാനൽ ആവശ്യപ്പെട്ടവരെ എടുപ്പിക്കുള്ളൂ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ എക്സ്ക്യൂസസ് ആണ്, കാരണങ്ങൾ പലതും പറയും. അതുകൊണ്ട് പിന്നെ ചോദിക്കാതിരിക്കും. വിഷമമില്ലെന്ന് ഞാൻ പറയില്ല, വിഷമമൊക്കെ ഉണ്ട്. എൻ്റെ കാര്യം മാത്രമല്ല, ഒരിക്കല് മമ്മൂക്ക പറഞ്ഞു പെൻഷൻ കിട്ടുന്നതിന്, പെൻഷനല്ല കൈനീട്ടെന്നാ പറഞ്ഞത്. കൈനീട്ടം നിങ്ങൾ ചോദിച്ച് മേടിക്കേണ്ടതല്ല, അത് അറിഞ്ഞു തരേണ്ടതാണെന്ന് മമ്മൂക്ക പറഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള അയാളിപ്പോൾ മരിച്ചുപോയി. ആ പുള്ളി കരഞ്ഞു. ആ പുള്ളിക്ക് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ വർഷം കാണുന്നവർ അടുത്ത വർഷം കാണാറില്ല മീറ്റിങ്ങിലൊക്കെ. അപ്പോൾ ആ പുള്ളി കരഞ്ഞു. എന്നാ വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ചിലരടുത്ത് നിന്നിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചെടുപ്പിച്ച് എനിക്ക് തന്നു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, 1-2 ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ബാബു നമ്പൂതിരി പെൻഷൻ കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് അത്യാവശ്യം വർക്കുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3-4 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കിനി തരണം, എനിക്ക് വർക്കൊന്നും ഇപ്പം ഇല്ല, സാമ്പത്തികം അടിച്ചിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതവിടെ അനൗൺസ് ചെയ്തു, പുള്ളിക്ക് അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാ പ്രാവശ്യവും 2-3 പേർക്ക് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആർക്കും പുതിയ ആളുകൾക്ക് കൊടുത്തിട്ടില്ല. എല്ലാ വർഷവും പുതിയ കുറച്ച് പേർക്ക് പെൻഷൻ അനുവദിക്കാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും നടന്നില്ല. ഈ മോഹന വാഗ്ദാനങ്ങളൊക്കെ ഇവർ തന്നു. കണക്ക് ഇങ്ങനെ ഇല്ലായിരുന്നുള്ളവർ അറിയുന്നില്ലല്ലോ, കണക്ക് ഇങ്ങനെയൊക്കെ കിടക്കുക എന്നുള്ളവർ അറിഞ്ഞില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓരോ ഇതിട്ടിട്ടുണ്ട്, നമുക്ക് ഗിഫ്റ്റ് തരും, ഒത്തിരി ഗിഫ്റ്റുകൾ വരും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഒരു സ്ഥലത്തും, കാരണം പലരും എന്നോട് പരാതി പറഞ്ഞു പല ആർട്ടിസ്റ്റുകൾക്കും ഗിഫ്റ്റ് കിട്ടുന്നില്ല. അവർ മുഖവും ആളും തരം അനുസരിച്ചാണ് കൊടുക്കുന്നത്. ആണോ? ഒത്തിരി പേര് അത് അമ്മയിലല്ല, ആത്മസംഘടനയിൽ. കാരണം അതിനകത്ത് ചെറിയ വേഷം ചെയ്തവരൊക്കെ ഉണ്ടല്ലോ, അവർക്കാർക്കും കൊടുക്കുന്നില്ല. അവർ ചെല്ലുമ്പോഴൊക്കെ അവർ പറയും പോയി ഇപ്പോൾ കൊടുക്കുന്നില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ളെന്ന് പറയും. എന്നിട്ട് അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അവർക്കൊക്കെ വലിയ വിഷമമായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതൊരു വൃത്തികെട്ട നടപടിക്രമമാണ്. എല്ലാവർക്കും കൊടുക്കുക. ഇത്ര മെമ്പർമാരുണ്ടെന്നറിയാലോ, ഇത്ര പേരാണ് അതിനകത്തുള്ളത്. മിടുക്കുള്ളവർ തന്നെ വന്നും തന്നെ മേടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക, എല്ലാവർക്കും എല്ലാം അത് ഞാൻ ഇപ്രാവശ്യം എന്താണെങ്കിലും ആത്മയിൽ ഗണേശനോട് പറയണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പറയും.
അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേടിക്കുകയുള്ളൂ. അല്ലാണ്ട് ഇനി കാരണം നമുക്ക് ചിലപ്പോൾ വിളിച്ച് തരുന്നുണ്ടായിരിക്കും, മറ്റൊരാൾ ഇത് എന്ത് പുതിയ, അയ്യോ ഇത് എനിക്ക് കിട്ടിയില്ല, അയ്യോ എവിടെ നിന്നാണ് ഇവിടെ, അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കൊടുത്തില്ല, അവർ വന്ന് നമ്മളോട് പരാതി പറയും. അപ്പോൾ നമുക്കതൊരു വിഷമമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പലർക്കും. ഞാൻ പറയും അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങളിത് എടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എന്തിനാണ്? നമ്മുടെ സൗജന്യത്തിൻ്റെ ആവശ്യം അവർക്കില്ല. അവർക്കും യോഗ്യത ഉള്ളവരല്ലേ, അവരിനകത്തൊരു ആർട്ടിസ്റ്റുകളല്ലേ, അവർ യോഗ്യതയായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ മുഖം തിരിച്ചറിഞ്ഞില്ല, ഇപ്പോൾ വർക്കിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെയും ബാധിക്കും. നാളെ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാവും, ഇല്ലേ? അതെ ചേച്ചി, ഈ പ്രാവശ്യം സംഘടനയിലെ നേതൃമാറ്റങ്ങളെല്ലാം വന്നപ്പം ഒരുപാട് പ്രതീക്ഷയോടെയാണ് നിങ്ങൾ മെമ്പേഴ്സ് എല്ലാവരും സ്ത്രീകൾ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വരുമായിരിക്കും എന്നൊക്കെ നല്ലൊരു മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ്, മാറ്റങ്ങൾ നല്ലതാവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല നേതൃമാറ്റങ്ങൾ വരുമ്പോൾ ഒരു പക്ഷെ പുതിയതായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വരും, ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ പിന്നീട് നമ്മളെല്ലാവരും കാണുന്നതും കേൾക്കുന്നതും എല്ലാം വീഴ്ചകളും പരാതികളും വഴക്കുകളും പരിഭവങ്ങളും ഇതൊക്കെ തന്നെയാണ്. പുറമേ നിൽക്കുന്ന ഞങ്ങൾക്കിത് കാണുമ്പം എത്രത്തോളം വിഷമവും വേദനയും ഉണ്ടെങ്കിൽ ചേച്ചി ഇത്രയും ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ചേച്ചിയുടെ ഫാമിലി പോലെ ചേച്ചി കാണുന്നു എന്ന് പറയുന്ന ആ സംഘടനയിൽ ഇത് നടക്കുമ്പോൾ ചേച്ചിക്കൊക്കെ എത്രത്തോളം വിഷമം ഉണ്ടാവും? പലരും ഇപ്പം മീറ്റിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒത്തിരി പേര് പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ, അതെന്തുകൊണ്ട് ഇങ്ങനെ. അപ്പം നമുക്കിതിനകത്ത് എന്താ പറയണ്ടേ, കാരണം ഇതുകൊണ്ട് വേറെ വല്ല കുഴപ്പം പുറത്തേക്ക് അനാവശ്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയരുതെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം നമ്മളുടെയൊക്കെ ബുദ്ധിയല്ല ഇതിനകത്ത്, ഭയങ്കര ബുദ്ധിയുള്ളവരാണ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഇതിനകത്ത് ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കുറച്ച് സ്ത്രീകൾ തന്നെയാണ്, അല്ല പുരുഷന്മാരല്ല. പുരുഷന്മാർക്ക് സ്ത്രീകൾ എല്ലാവരുടെ കൂടി സ്ഥാനത്ത് വന്നതിൻ്റെ ഒരു ചെറിയ വൈരാഗ്യമുണ്ട്. പെണ്ണുങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കുറച്ച്. പിന്നെ ഇവളെ കൊണ്ടുവന്ന സിദ്ദിഖായിരുന്നു, ലക്ഷ്മിപ്രിയ. സിദ്ദിഖാണ് നിർത്തിയത്. അന്ന് ഇലക്ഷൻ്റെ സമയത്ത് അത് പറയുമ്പോൾ ഞങ്ങളാരും വിശ്വസിച്ചില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സിദ്ദിഖ് തന്നെ പറഞ്ഞു, സിദ്ദിഖ് തന്നെ സമ്മതിച്ചു. അപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലല്ലോ. ലക്ഷ്മിപ്രിയ അല്ലെങ്കിൽ മറ്റേ ഒരു 1-2 പേര് ഇതിനകത്ത് ഇപ്പോൾ നിന്നിട്ട് ജയിച്ചില്ല. അവരൊക്കെ എന്താണെന്നൊന്നും വർത്തമാനം പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന ആളുകളാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവരുടെ റേഞ്ച് എന്തോരം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ അവർക്കൊരു പക്വത വേണം, ഒരു പക്വത വേണം. കുറച്ച് ആളുകളോട് പെരുമാറുന്ന രീതിക്ക് കുറച്ച് മയം വേണം. പിന്നെ അവിടെ ഭയങ്കര ഞാൻ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്ന ആളുകളൊന്നും തലപ്പത്തിരിക്കാൻ കൊള്ളിയല്ല. തലപ്പത്തിരിക്കണമെങ്കിൽ ഇച്ചിരി എളിമയും കാര്യങ്ങളും. ഇപ്പം ബാബു ആയിരുന്നപ്പോൾ, ഇടവേള ബാബു ആയിരുന്നപ്പോൾ ഏത് സമയത്ത് നമ്മൾ വിളിച്ചാലും അത് പറഞ്ഞേ പറ്റൂ. ഏത് രാത്രി വിളിച്ചാലും ആ വിളിക്കുന്ന വ്യക്തിയുടെ പേര് കൂട്ടിയാണ് എടുക്കുന്നത്. അത്രയും ആളുകളുടെ നമ്പർ സൂക്ഷിക്കുക, അത് ഓർക്കുക, അവരുടെ ഒച്ച ശ്രദ്ധിക്കുക. അതുപോലെ ഒരു കാര്യം പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളോട് തിരിച്ച് അതിൻ്റെ മറുപടി വിളിച്ച് തരുമ്പോൾ അത് അത്രത്തോളം അതിനകത്ത് ആ ആളതിനകത്ത് ശ്രദ്ധാലുവാണ്. അതിനകത്ത് അതുപോലെ ഇപ്പോൾ 1-2 പേര് ഇതിനകത്തുണ്ട്. അതേപോലെ ഡോക്ടർ റോണി, മറ്റേ ആശയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള. അല്ലാണ്ട് വേറെ ആരും ഞാൻ അത്ര. അൻസിബയായിരുന്നു, അൻസിബ എല്ലാ കാര്യങ്ങൾക്കും അൻസിബ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ടൊന്നും ഞാൻ ആരെയും ഞാൻ എന്താ അവർ ഇതിന് ഒരു സ്ഥാനം, ഈ സ്ഥാനത്തിന് ഇത്ര പവറാണെന്നുള്ള വിവരം ഇവർ കയറിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. നമ്മളെ പൊതുവെ പബ്ലിക് എല്ലാം ചോദിക്കുന്നുണ്ട്, ഇത്ര വലിയ പവറുള്ളൊരു സംഭവമാണോ എല്ലാരും ഇത്രമാത്രം സംഘടനയിൽ ഇത്രയും പേരുള്ള ഒരു സംഘടനയുടെ നേതാവാകുക എന്ന് പറഞ്ഞത് ഇത്ര വലിയ സംഭവമാണോ? അപ്പൊ രാഷ്ട്രീയക്കാരെ സമ്മതിക്കണ്ടേ, ഇല്ലേ? ഇത്രയും പേരുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? ഈ ഇതിനകത്ത് കൈനീട്ടം കിട്ടുന്ന ഇത്ര പേര്, മരുന്ന് മേടിക്കുന്ന ഇത്ര പേര്, അത്രയും പേരുടെ കാര്യങ്ങളല്ലേ വലിയ മെയിനായിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് വേറെ എന്നാ? ഇൻഷുറൻസിന് എല്ലാത്തിനും ആൾക്കാരെ നിർത്തിയിരിക്കുമല്ലേ, എല്ലാത്തിനും ആളുണ്ട്. നമുക്ക് അവരെ വിളിക്കാം, ഇൻഷുറൻസിൻ്റെ ആൾക്കാർ, ഇന്ന ആൾക്കാർ, അവരാണ് വിളിച്ച് നമ്മളോട് ഇന്ന പേപ്പർ വായിക്കണം, അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ പിന്നെ എന്താണ് അവിടെ ഇരുന്ന് ഇവർക്ക് ഇത്ര വലിയ പണി ചെയ്യുന്ന പാവങ്ങളുണ്ട്. നമ്മളിപ്പോൾ പറയല്ലോ, ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിനകത്ത് നമ്മൾ കാണാത്ത കുറേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടത്. അവരെന്നിട്ടിപ്പോൾ ഇതിനകത്തുനിന്ന് മാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആശയൊക്കെ പറഞ്ഞു ഇല്ല ഞാൻ നിൽക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാം വിളിച്ചു, ഞാൻ മാത്രമല്ല പലരും വിളിച്ചു, മാറല്ലേ നിങ്ങളും കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താകും ഇത്?
ഇപ്പം ചേതയ്ക്ക് വിഷയമല്ല, ചേത മാറില്ല എന്ന് കർശനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയൊക്കെ മൗനം കാണിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ മോഹൻലാൽ അന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്, ആരെന്ത് ചെയ്താലും സംഘടന പൊളിയുന്നോർത്ത് നിങ്ങൾ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഗണേഷ് കുമാറാണെങ്കിലും അന്ന് ഗണേഷ് കുമാർ എല്ലാം നിന്നിട്ട് അതിനകത്തൊരു തീരുമാനം എടുത്താണ് പിരിഞ്ഞത്. എന്നിട്ട് അത് പുല്ലുപോലെ ആ നിന്നവരെ ഞാൻ ചോദിക്കട്ടെ, സ്നേഹമായിട്ടിരിക്കുമ്പോഴത്തേക്കും പല തമാശകളും നമ്മൾ പറയും. ഒരാൾ നമ്മളെ വിളിച്ചിട്ട് ഇപ്പോൾ പിഷാരടി സംസാരിച്ച പോലെ ആരെങ്കിലും, അത് അത്ര കമ്പനി ആയിട്ടല്ലേ, നമ്മൾ ഈ ഫീൽഡിലുള്ളതല്ലേ, നമ്മളോട് നമ്മുടെ സഹപ്രവർത്തകർ സംസാരിക്കുന്ന രീതികൾ നമുക്കറിയാമല്ലേ. അത് പൊതുജനത്തിനെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? അത് പൊതുജനത്തിൻ്റെ മുന്നിൽ ആരായി? നമ്മൾ വളരെ സ്വാതന്ത്ര്യമുള്ളൊരു ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രാത്രി സഞ്ചരിക്കുന്നവരാണ് അല്ലേ, ഒത്തിരി പേരുടെ കൂട്ടത്തിലേക്ക്. ഇപ്പോൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ആണുങ്ങളായിരിക്കും ഇരിക്കുന്നത്, അപ്പുറത്തും ആണുങ്ങളായിരിക്കും ഇരിക്കുന്നത്, ഞാൻ പെണ്ണ് തന്നെയായിട്ട് ഇരിക്കുന്നത്, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ പലരും നമ്മുടെ സഹപ്രവർത്തകർ ആണുങ്ങൾ തന്നെയാണുള്ളത്. പക്ഷേ അവരെയൊക്കെ മോശക്കാരാക്കുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ളതല്ലേ ആ കാണിച്ചത്. അത് മോശമായി പോയി. അതിനോട് എതിർപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് വോട്ട് അടുത്ത ഇലക്ഷൻ വേണമെന്നാണ് ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത ഇലക്ഷൻ ഒന്നും കൂടി ഇലക്ഷൻ വെച്ച് അതിനകത്ത് പിന്നെ എല്ലാവർക്കും എല്ലാവരും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷേ ആണുങ്ങൾ നിൽക്കണം, പെണ്ണുങ്ങൾ തന്നെ. ഇതിപ്പോൾ ശരിക്ക് പഴയ കാരണവർ പറയല്ലേ, ഈ നാരി ഭരിച്ചിടുന്ന പറയല്ല, അത് സത്യമായില്ലേ. ലക്ഷ്മിപ്രിയൻ ഇനി അതിനകത്ത് കയറ്റാനേ പാടില്ല. അതിനുള്ള യോഗ്യത കുട്ടിക്കില്ല. ലക്ഷ്മിപ്രിയ ഒരു സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യത ഇല്ലാത്ത ഒരു പെണ്ണ് തന്നെയാണ്. ഇതിൻ്റെ തുടക്കം ഇട്ടത് അവളൊക്കെ തന്നെയാണല്ലോ. ഇപ്പം അവിടെ കേസ് കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ എന്തെല്ലാം അനുസരിനെ പറ്റി എന്തെല്ലാം പറഞ്ഞു. കൂട്ടുകൂടിയിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ലക്ഷ്മിപ്രിയക്ക് എവിടുന്ന് എന്നോടൊക്കെ സംസാരിച്ചുള്ള കുഴപ്പം അതാ ഞാൻ ചോദിക്കും, നിനക്ക് എവിടുന്ന കുപ്പി കിട്ടിയെന്ന് ചോദിക്കും. അപ്പം നിനക്ക് ഇതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നോ? ലക്ഷ്മിപ്രിയയ്ക്ക് പോയി മദ്യം മേടിക്കണേ ഒന്നികളുടെ കെട്ടിയം മേടിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ അവൾക്ക് അത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനകത്ത് കുറേ പുകയുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് നന്നായിട്ട് പുകഞ്ഞ് കത്തിയിട്ട് അങ്ങ് തീർന്നിട്ട് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു കാരണവശാലും സംഘടന നിർത്തിപ്പോണമെന്ന് ഞങ്ങളാരും ആഗ്രഹിക്കത്തില്ല. സംഘടന നിൽക്കുകയില്ല. ഈ സംഘടന അങ്ങനെ നിൽക്കില്ല. കാരണം ഒത്തിരി പേരുടെ കണ്ണുനീരും പ്രാർത്ഥനയുണ്ട്. നിൽക്കില്ല. ഇപ്പം ഇവരൊക്കെ മൗനം കാണിക്കുന്നതിന് എന്തെങ്കിലും കാരണം കാണും. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയൊക്കെ അവരാരും തൻ്റെ ഇടയില്ലാത്തവരൊന്നുമല്ല, തൻ്റെ ഇടം ഉള്ളവരൊക്കെ തന്നെയാണ്. ഇതെവിടം വരെ പോകുന്നെന്ന് കാണട്ടെ എന്നറിയാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും. ചേച്ചി ഇപ്പം സിനിമകൾ കുറേ നാളുകളായിട്ട് ചെയ്യുന്നില്ല, പക്ഷെ സീരിയലുകൾ ചേച്ചി ഇപ്പോഴും ഒരുപാട് ചെയ്യുന്നുണ്ട് അല്ലേ? അതില് എത്ര സീരിയൽസാണ് ചേച്ചി ചെയ്ത സീരിയലുകൾ ഓരോന്നും പറയാൻ പോയാൽ ഒരുപാട്. ഇപ്പൊ തന്നെ നമ്മൾ കുറെ സീരിയലുകളുടെ പേരുകൾ പറഞ്ഞു പോയി. അതിനകത്ത് ഒന്ന് വന്ദനം, പാരിജാതം, ഇതൊക്കെ ചേച്ചി ഭയങ്കരമായിട്ടും എന്താ പറയുക എടുത്തു പറയേണ്ടതാണ് ചേച്ചിയുടെ അതിനകത്തെ കഥാപാത്രങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇപ്പോൾ വരുന്ന ചേച്ചി ഇത്രയും ഭംഗിയായിട്ടുള്ള ഓരോന്നും ചെയ്തപ്പോഴേ അത്രയും തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണോ ചേച്ചിക്ക് ഇപ്പോഴും സീരിയലുകളിൽ നിന്ന് ലഭിക്കുന്നത്? ഇപ്പം ഞാൻ ഹൃദയം എന്ന് പറഞ്ഞൊരു സീരിയൽ നല്ല ക്യാരക്ടർ ത്രൂ ആയിട്ടുണ്ട്. ഇപ്പോൾ സൂര്യൻ തന്നെ കന്യാദാനം എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ ഒരു 1500 എപ്പിസോഡ് കണ്ടായി സീരിയൽ. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ വർഷം എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ അവരുടെ വർക്ക് ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ തന്നെ ഒത്തിരി പരിചയമുള്ളവരാണ്. എന്നിട്ട് പോലും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ത്രൂ ആയിട്ടുള്ള ക്യാരക്ടറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചി ചാനൽ സമ്മതിച്ചു. അപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമേ സെറ്റ് മുണ്ടോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, അങ്ങനെ മാറി ചെയ്തു. ഒരു 5 ദിവസത്തെ വർക്കുണ്ടായിരുന്നു അടുപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് ആ ട്രാക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം എന്നോട് എഴുതുന്ന ആൾ വിളിച്ചിട്ട് ചോദിച്ചു, ജോളി ചേച്ചി ഒരു വേലക്കാരത്തിയായിട്ട് അതിനകത്ത് ഒരു വേലക്കാരത്തിയുടെ ഞാൻ പറഞ്ഞു അതിനെന്താണ്, ഞാൻ വലിയ കാശുകാരിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതുന്ന ആളുടെ പേനയിൽ വരുന്നതാണ് ഓരോ കഥാപാത്രങ്ങൾ. നിങ്ങളെന്താണേലും അങ്ങനെ വന്നിരുന്ന ഒരാൾ ഒരു വേലക്കാരത്തി ആകണമെങ്കിൽ അവരുടെ ഒരു അവസ്ഥ കാണിക്കുമല്ലോ. എനിക്കൊരു വിരോധമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് ഒരു വേലക്കാരത്തിൻ്റെ വേഷമായിട്ട് ആ ട്രാക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു മാസത്തിൽ 1-2 ദിവസമേ ഉള്ളൂ. പക്ഷെ നല്ല കഥയിൽ എനിക്ക് ഒത്തിരി
പ്രാധാന്യമുണ്ട്. അപ്പോൾ ചില സംവിധായകർ ചില ദിവസങ്ങളിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നവരായിരിക്കില്ല, പുതിയ ഡയറക്ടറൊക്കെ വരുമ്പോൾ അവൻ ചേച്ചി ചേച്ചി ഇങ്ങനെ വന്ന് അപ്പോൾ അവർക്ക് ഈ കഥ അറിയില്ലായിരിക്കും. അപ്പം നമ്മളെ കാണുമ്പോൾ ഞാൻ അവിടുത്തെ അമ്മയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തിട്ടായിരിക്കും. അപ്പം ഞാൻ പറയും അല്ല, ഞാൻ ഇവിടുത്തെ സെർവൻറ്റോ. ഈ ഡയറക്ടേഴ്സിന് പോലും സെർവൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു വേഷം ചെയ്യുമ്പോൾ ഭയങ്കര വേലക്കാരിയായിട്ടൊക്കെ അഭിനയിക്കുമോ? ഈ വേലക്കാരി എന്ന് പറഞ്ഞാൽ അതൊരു അത്ര മോശപ്പെട്ടൊരു തസ്തികയാണ്, എനിക്കറിയത്തില്ല. ഞാൻ ഇവരെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? അതാണ് ഈ പുതിയ ആളുകൾക്ക് വേലക്കാരത്തിന് വേഷം കൊടുത്തു കഴിഞ്ഞാൽ പിണങ്ങും. ചില ആർട്ടിസ്റ്റുകൾ ഇട്ടേച്ച് പോവാ വേഷം വേലക്കാരത്തിയായിട്ടാന്ന് പറഞ്ഞു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്ന എഴുതുന്ന ആളുടെ തലയാണ്. കഥാപാത്രങ്ങൾ വേലക്കാരത്തിക്ക് ഒരു കഥയില്ലേ, അവർക്ക് അവരുടെ സ്വഭാവമില്ലേ? അങ്ങനെ ചിന്തിക്കരുത്. കലാകാരൻ ഒരിക്കലും ഒരു കഥാപാത്രം വേശ്യയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ് നമ്മൾ വേശ്യയായിട്ടാണോ? അല്ല. എനിക്കെൻ്റെ ചേച്ചിമാർ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മൾ വേശ്യയായിട്ട് ചെയ്യാൻ വന്ന് വേശ്യാന്ന് തോന്നണം. നമ്മളെ കാണുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നമ്മളെ ഒരു വേശ്യയുടെ ശ്രേഷ്ഠ എന്താണോ അതുപോലെ ആയിരിക്കണം നമ്മളത് അഭിനയിക്കുന്നത്. അങ്ങനെ ഫലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കഴിവ്. അതുകൊണ്ട് പുതിയ വരുന്ന പിള്ളേരോടും ഞാൻ അങ്ങനെ പറയാറ്. എനിക്ക് കിട്ടിയ വേഷങ്ങളിൽ എല്ലാത്തിലും ഒരു നടിയെന്നുള്ള നിലയ്ക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ കഥാപാത്രങ്ങളൊന്നും അത്ര ഇല്ല. ഇച്ചിരി ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെ ചെയ്യാൻ സാധിച്ചു. ഇനി ദൈവം എത്ര നാൾ നിർത്തുന്നോ അത്രയും നാളും അഭിനയിച്ച് തന്നെ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ വന്ദനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചോദിച്ചോട്ടെ, അതിനകത്ത് രസ്ന എന്ന് പറഞ്ഞ ആക്ടർ വന്ന് പിന്നെ എങ്ങോട്ടും അങ്ങ് പോയി, ആർക്കും ഒരു കല്യാണം കഴിഞ്ഞു പോയതാണോ? പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ എന്നെ കിട്ടി. ഓ, വൃന്ദാവനം ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ വൃന്ദാവനം ചെയ്യുമ്പോൾ ആ കുട്ടിയെ കല്യാണം കഴിച്ചു. ബൈജു ദേവരാജ് കല്യാണം കഴിച്ചു. ഇപ്പൊ 3 കുട്ടികളുണ്ട്. അതാ കല്യാണം കഴിഞ്ഞോട് പിന്നെ ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. പുള്ളിക്കാരത്തിയുടെ പേരിലാണ് ഇപ്പോ എൻ്റെ പേര് മറന്നുപോയി. ആ പേരിലാണ് ഇപ്പോ കമ്പനി പ്രൊഡക്ഷൻ. അപ്പൊ അഭിനയം ഇനിയിപ്പോ വേണ്ടെന്ന് ഇല്ല. ഒരു പെണ്ണും 2 ആണും മക്കളുണ്ട്. അപ്പൊ അതിലങ്ങ് ബിസി ആയിട്ട്. അതെ. ഞാൻ ഇന്നാള് സാറിന്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെ വെച്ച് കണ്ടു. അന്നേരം എനിക്ക് പെട്ടെന്ന് പേര് എനിക്കിതല്ലേ അറിയാവുള്ളൂ, ഇപ്പോഴത്തെ പേര് അറിയത്തില്ല. അപ്പോൾ ഞാൻ ചെവി പറഞ്ഞു, മോളെ എനിക്ക് പേര് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് സാക്ഷി എന്ന് പറഞ്ഞ് സാക്ഷി എന്നാ വിളിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് പ്രൊഡക്ഷന്റെ പേരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചി എല്ലാവരുമായിട്ടും കോണ്ടാക്ട്സ് ഇങ്ങനെ കീപ്പ് ചെയ്യോ? ഞാൻ അങ്ങനെ വലിയ കോണ്ടാക്റ്റ് ഒന്നും കീപ്പ് ചെയ്യുന്ന കൂട്ടത്തിലല്ല, പേരുകളൊന്നും ഓർക്കുന്ന കൂട്ടത്തിലല്ല, ഒന്നുമല്ല. ഞാൻ വളരെ അലസതയുള്ളൊരു ടീമാണ്. പക്ഷേ എല്ലാവരും എത്ര വർഷം കഴിഞ്ഞാലും എന്നെ കാണുമ്പോൾ അവർ വന്ന് എൻ്റെ അടുത്ത് ആ പഴയ സ്നേഹം കാണിക്കാറുണ്ട്. ഞാൻ അത്ര ഒരു നല്ലൊരു മെമ്പർ അല്ല ആ കാര്യത്തിൽ, കാരണം മറവിയുണ്ട്. പക്ഷെ ഓർക്കും, ഇങ്ങനെ ചില കഥാപാത്രങ്ങളെ ചെയ്തവരെ ഓർക്കും. ആ വ്യക്തി നല്ല നല്ല ആർട്ടിസ്റ്റുകളോട് ഭയങ്കര ഇഷ്ടം എനിക്ക്. ഒരു ചെറിയ വേഷം ചെയ്തവരാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും അവരുടെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കും ഞാൻ. കാരണം എനിക്കൊന്നും ആ പ്രോത്സാഹനം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പറയും. അതുപോലെ തന്നെ ഒരു എൻ്റെ ഏറ്റവും വിലപ്പെട്ട പിള്ളേർ പറയും, ഒരു കടയിൽ കയറിയാൽ പോലും അവിടെ നല്ലൊരു ജോലിക്കാരനുണ്ടെങ്കിൽ നമുക്ക് ആഹാരമൊക്കെ തരാൻ, ചിലപ്പോൾ നമ്മളൊരു കാപ്പ് പിടിച്ചിട്ട് ഇറങ്ങാനായിരിക്കും ഇരിക്കുന്നത്. ആ ജോലിക്കാരൻ്റെ പെരുമാറ്റം കൊണ്ട് കഴിക്കും. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ അവിടെ അതിൻ്റെ മാനേജറോട് ഞാനത് പറഞ്ഞിട്ടേ പോരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വേണം. അപ്രീഷിയേറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് അത് ചെയ്യുന്നതുകൊണ്ട് ആത്മാർത്ഥത പിന്നെയും കൂടും. എവിടെ ഏത് സ്ഥാപനത്തിൽ കയറിയാലും മോശമാണെങ്കിൽ മോശമാണെന്നും പറയും, ശരിയാണെങ്കിൽ അവിടെ ശരിയാണെന്നും. ചിലർ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടാവില്ല, നല്ലത് കണ്ടാൽ പറയേയില്ല. പക്ഷെ ചേച്ചിയുടെ ആ ക്യാരക്ടർ എന്ത് നല്ലതാണ്, നല്ലത് കണ്ടാലും നല്ലതെന്ന് പറയും. അതുപോലെ തന്നെ കൂടെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡയറക്ടർ എന്നോട് ഒത്തിരി ദ്രോഹമാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി കഴിഞ്ഞ ദിവസം ഞാൻ ഡയലോഗ് ഇപ്പോൾ മിക്കതിനും ലിങ്കില്ല. നമ്മളിപ്പോൾ ഒരു പൂർണ്ണതയില്ല ഡയലോഗിന്. ഇപ്പോൾ നമുക്കൊരു കാര്യം പറയുമ്പോൾ അതിനൊരു എൻഡ് വരണ്ടേ, അതില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾ ഞാൻ എന്ത് പറയുന്നു അതിന് അതിൻ്റെ ബാക്കി പുള്ളി ഇത് ഫില്ല് ചെയ്തോളും. അല്ല, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയറക്ടർ എന്ത് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വേറെ സീൻ എടുക്കാൻ നേരത്ത് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സീൻ. അപ്പം ഞാൻ ചോദിച്ചു, ആ സീനിൻ്റെ ബാലൻസ് ആണോ? അപ്പോൾ അത് ഇങ്ങനെയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അത് ചേച്ചിയുടെ സൗകര്യത്തിനുള്ള ഡയലോഗ് കയറ്റി പറഞ്ഞതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാണ് അത് അങ്ങനെ ആയിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, പറഞ്ഞു പോയല്ലോ,
ഞാൻ പറഞ്ഞു അതിൻ്റെ ബാലൻസ് മറ്റേ ആൾ പറഞ്ഞു. അപ്പോൾ അല്ല അത് ഞാൻ ചേച്ചി പറയുന്നത് പലതും ഞാൻ കട്ട് ചെയ്ത് കളയാറില്ല. ഞാനത് ഒത്തിരി പേരോട് ചോദിച്ചു, കാരണം ഞാൻ സ്ഥിരമായിട്ട് കാണാറില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇന്ന സീനിൻ്റെ എൻ്റെ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പിന്നെ വിളിച്ച് ചോദിച്ചു. എന്നിട്ട് ഞാൻ കൊച്ചിനെ കൊണ്ട് ഞാൻ മൊബൈലിൽ എടുപ്പിച്ചിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഫിനിഷിങ് ഞാനാ പറഞ്ഞതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്, മനസ്സിലായോ? ചില മനുഷ്യർ അവനവൻ്റെ തൊഴിലിനെ തന്നെ നശിപ്പിക്കും. അതായത് എൻ്റെ മേളിലേക്ക് പോകണ്ട, ഞാൻ എൻ്റെ കീഴിൽ നിന്ന് ഞാൻ പറയുന്ന മാത്രം കേട്ടാൽ മതി, അതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ഞാനത് പൊളിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്.